നീ ഇങ്ങനെ നോക്കി വെള്ളറക്കണ്ടോന്നോ? അവളെ എല്ലാം ആമ്പിള്ളേര് കൊത്തിക്കൊണ്ടു പോവും. പിന്നെ ആ ശങ്കരനെ പേടിച്ചിട്ടാണ് സ്കൂളിൽ ആരും അവളെ വായ നോക്കാത്ത. അതെ, 2 മാസം കൂടെ കഴിഞ്ഞാ നമ്മള് സ്കൂള് കഴിയും. പിന്നെ പോണത് കോളേജിലേക്കാ. എപ്പൊ കൊത്തിയുണ്ടോ എന്ന് ചോദിച്ചാ മതി. എടാ ഞാൻ കുറച്ചുകൂടെ കമ്പനി ആയിട്ട് പറയാന്ന് വെച്ചിട്ടാ. നീ കൂടുതൽ കമ്പനി ഒന്നും ആവാൻ നിക്കണ്ട. ലാസ്റ്റ് ജോണെ പോലെ ഉണ്ടല്ലോ, കയ്യിൽ രാഗിയായിട്ട് തരും പിള്ളേര്. നീ പോയി പറടാ. പറയാലേ? പറയടാ. പോട്ടെ. ചെല്ലടാ. അവൻ പറയൂല. പറയും. പറയൂല. പറയും. 100 രൂപയ്ക്ക് വെറ്റ്. വെറ്റ്. പൈസ ഉണ്ടാ? പൈസ കണ്ട. വീട്ടിലെല്ലാവർക്കും സുഖല്ലേ? ഇതെന്താ വീട്ടുകാരെ പറ്റിയൊക്കെ ഒരു ചോദ്യം? അങ്ങനെയൊന്നുമില്ല. പിന്നെ എങ്ങനെയാ? നീ എന്തിനാണ് ഇങ്ങനെ വേർക്കണേ? പറയാനുള്ള എന്താ പറ. അവൻ പറയില്ലടാ. കണ്ടോ? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അതാണ് ഇതെങ്ങനെ എടുക്കുന്നുള്ളൊരു ടെൻഷനൊക്കെ ആയിട്ട്. നിന്നെ എനിക്കറിയില്ലേ? നീ പറയടാ. കളവത്തായി സാർ വിളിക്കണ്ട്. എന്തായി? 100 രൂപ. കാളമത്തേ പറ. മാത്യു പറ. പറയണില്ലേ? പിന്നെ പറഞ്ഞു. ആണോ? പൊക്കോട്ടെ. നിനക്ക് എന്റെ പേരറിയല്ലേ? മറ്റേ പേര് വിളിച്ചെന്തിനാടാ? ജോൺ പറഞ്ഞിട്ടാ. ജോൺ പറഞ്ഞിട്ടാ. ചേട്ടാ സിപ്പപ്പ് മുഴുവൻ എടുത്തോ? അവര് 3 പേരല്ലേ? കാള പീറ്റർ, കാള സ്റ്റീവൻ, പിന്നെ നമ്മുടെ കാളവത്തായി. കുടുംബത്തോടെ കാളകളാ. അയ്യോ എന്നാ ഹേമേ, എന്നാ റെഡ്. ജോണേട്ടനല്ലേ തരുന്നേ സ്പെഷ്യൽ റെഡ്. ആ അങ്ങനെ ഈ കാളമത്തായിയുടെ അപ്പൻ കാളവർക്കിക്ക് ചന്തയില് കാള വിക്കലായിരുന്നു ജോലി. അങ്ങനെയാണ്. തള്ളല്ല ഹേമേ. നീ എന്താ വീണോ? നിന്റെ കവള എന്താ ഇങ്ങനെ ചോന്നിരിക്കണേ? നല്ല തണുപ്പ്. ഹേമേ, നിനക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലേ എന്റെ അടുത്ത് ചോദിച്ചാൽ മതി. എനിക്ക് ബയോളജി കെമിസ്ട്രി ഒരുപോലെ. ആരുടെയും മുഖത്ത് നോക്കാൻ പറ്റാത്ത അവസ്ഥയെ എന്താണ് പിടിച്ച് 4 ഇടിയെങ്കിലും കൊടുക്കായിരുന്നു. വിറ്റങ്ങളൊക്കെ എന്താ ചെയ്യാ? എടാ, എല്ലാത്തിനും കാരണം ആ തെണ്ടി ജോണാ. നമുക്ക് അവനിട്ടൊരു പണി വെക്കണോടാ. അവനെ കൈ കിട്ടണ്ടേ? എന്നെ കാണാൻ പിടിക്കാൻ കള്ളപ്പൊന്നി ഓടിക്കളയും. ഞാൻ പറയണമെന്ന് കേക്ക്. തെറ്റ് പറ്റിപ്പോ ക്ഷമി. ക്ഷമിയാ? 100 രൂപയ്ക്ക് വേണ്ടി സ്വന്തം കൂട്ടുകാരനെ പറ്റി തെണ്ടിയിടണ നീ. ഞാനേ നിന്റെ അത്ര ചീപ്പല്ല. നമ്മുടെ ക്ലാസ്സിലെ ഹേമല്ലേ? ഹേമയാ? ഹേമ. ഹേമേന്റെ അടുത്തേ എനിക്കൊരു ലവ്. അപ്പോ ഞാൻ അന്വേഷിച്ചപ്പോഴേ അവക്ക് 2 കാര്യങ്ങളാണ് ഇഷ്ടമുള്ളത്. ഒന്ന് സിപ്പപ്പും പിന്നെ പരദൂഷണം. ഇതാകുമ്പോ ഒരു പിടിക്ക് 2 പക്ഷികളാവുമല്ലോ. എന്നെ ഓഫാക്കിട്ടോണ്ടേ നിനക്ക് അവളെ ലൈൻ സെറ്റ് ആക്കാൻ. അതും അനുദിനവും പോലും വെച്ചിട്ട്. സോറിയടാ. അതെ, നീ എന്നെ എന്ത് വേണം ചെയ്തോ. അതെ, കാണിക്കാൻ വേണ്ടി എനിക്ക് ആരുടെയും പെർമിഷൻ വേണം. മനസ്സിലായോ? അവനെ തല്ലണ്ട. നിന്നെ അവൻ നാണം കെടുത്തല്ലേ ചെയ്തേ. നമുക്ക് അവനെ തിരിച്ച് നാണം കെടുത്താടാ. ഈ സ്കൂളിലെ ആർക്കും ഇല്ലാത്തൊരു പേര്
നമുക്ക് അവന് സെറ്റ് ചെയ്ത് തുറക്കാടാ എവിടെ ഏടാ അജ്ഞാനമാകുന്ന ഇരുട്ടിൽ നിന്നും ജ്ഞാനമാകുന്ന വെളിച്ചത്തിലേക്ക് നയിക്കുന്നവനാണ് യഥാർത്ഥ ഗുരു. പ്രൊഫസർ കക്കൂസ് എന്താടാ നിന്റെ പേരിന്റെ അർത്ഥം ഇവർക്ക് ആർക്കും അറിയില്ലേ? പരബ്രഹ്മനായ നിങ്ങളുടെ ഗുരുവിന്റെ നാമത്തിന്റെ പൊരുൾ നിങ്ങൾ ശിഷ്യഗണങ്ങൾ ഗ്രഹിച്ചിട്ടില്ല? മോളുടെ ഫോണിൽ ഡിക്ഷണറി ഒന്ന് സെർച്ച് ചെയ്ത് നിങ്ങളെല്ലാരും നോക്ക്. ആ കണ്ടില്ലേ ടോയ്ലറ്റ് അഥവാ കക്കൂസ്. അയ്യോ അതൊന്നും നോക്കണ്ട. വാ വാ എല്ലാരും എണീറ്റേ. വാ മതി മതി മതി. വാ വാ പുറത്തു പോയി പഠിക്കാം. പോടാ വാ 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 കടക്ക് പുറത്ത്. എല്ലാരും വാ പുറത്തു പോയി പഠിക്കാം. പരിചയപ്പെടുത്തി തരാടാ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്തുതി. ആമേൻ. ആ മേരിയായി ഞാൻ പള്ളിയിലേക്ക് പോയിട്ട് വരാം. അവിടെ ഹോസ്റ്റലിൽ എനിക്ക് അച്ഛനോട് ചെല്ലാൻ പറഞ്ഞു. എന്തിയ മോനെ നീ നേരത്തെ? ഇതെന്റെ കൂടെ പഠിച്ച നീരജും മാത്യുവാ, ഓർമ്മയില്ലേ? എന്താണ്? അല്ല ഇവരാരാന്ന് മനസ്സിലായോ? നമ്മുടെ മോന്റെ പഴയ കൂട്ടുകാരാ. ഓ മറക്കാൻ പറ്റുമോ? അല്ല മക്കളെ നിങ്ങളുടെ പെട്ടെന്ന് നാത്തി കല്യാണം വിളിക്കാൻ വന്നങ്ങള്. അതിന് നിങ്ങൾ ഇവിടെ വരെ വന്ന വല്ല കാര്യമുണ്ടോ? വല്ല ഫോൺ ചെയ്ത് പറഞ്ഞ പോരെ മനുഷ്യന്റെ. അതെങ്ങനെ ശരിയാവും നിങ്ങള്? ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ? അപ്പൊ നേരിട്ട് തന്നെ കല്യാണം വിളിക്കണം. നീ വേഗം കഴിച്ചിട്ട് വാ. എത്ര നാളെ കണ്ടിട്ട് കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പൊ നിങ്ങൾ അത്താഴത്തിനുണ്ടാവില്ലല്ലോ? അതിനുള്ള സമയമല്ല അമ്മച്ചി. ഞങ്ങൾ വേഗം പോകും. ഓ കർത്താവേ നിനക്ക് സ്തുതി. ആ നീ വേഗം ചെന്ന് ഡ്രസ് വെക്കി. നമുക്ക് വേഗം പോണ്ട. എവിടെ? ചോദിച്ചിട്ട് പറയാം. സ്വച്ഛ് ഭാരത കൊള്ളാല. ബ്രഹ്മ അറിയ നിനക്കിത് എന്തുട്ട പറ്റിയേ? മര്യാദ മുദ്ദിച്ചിട്ടും പയറൊക്കെ വായിച്ചോണ്ടിരുന്ന പയ്യനാ. വാടവൻ നീ ഉടച്ച് മാത്യു ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് പോ. നീ എന്ത് തേങ്ങ ആ മാണത്തിനെയും കൊണ്ട് ഇങ്ങോട്ട് വന്ന്? ഞാൻ എന്ത് ചെയ്യാനാ? നിന്നെ കാണുന്ന പറഞ്ഞ് വീട്ടിൽ കിടന്ന് അലമ്പുണ്ടാക്കി. അതിന് ആ അലമ്പുമായി നീ വീട്ടിലോട്ട് കയറി വരണോ? നിനക്ക് കിട്ടിയ പണിയൊന്നും പോരെ. നീ എന്തിനാ അവനെ കല്യാണം വിളിച്ചേ? ആര് വിളിച്ചടാ? ഞാൻ നമ്മുടെ പഴയ ഫ്രണ്ട്സിനൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ട് FB ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. അതിൽ ഇവനെ പ്രത്യേകം കോൺടാക്ട് ചെയ്തതാ. വിളിക്കാത്ത കല്യാണത്തിന് ഒരാഴ്ച പോയിരുന്നു ആര് വിചാരിച്ചു? ഉളുപ്പ് പണ്ടേ ഇല്ല. എന്താ അവന്റെ ഉദ്ദേശം? അത് അവനോട് തന്നെ ചോദിക്കേണ്ടി വരും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടടാ പണ്ട് നമ്മൾ സ്കൂളിൽ വെച്ച് പ്ലാൻ ചെയ്ത ആ മസന കൂടി ട്രിപ്പ്? എനിക്ക് ഓർമ്മയില്ല. എല്ലാം സെറ്റ് ആയപ്പോഴേക്കും അതിപ്പോ എന്തിനാ ഇവിടെ പറയണ്? നമ്മൾ ആ ട്രിപ്പ് ഇപ്പൊ പോണു. ഞാൻ അറിയാൻ പാടില്ലായിട്ട് ചോദിക്കാണ്. നിനക്ക് വട്ടാണോ? 6 ദിവസം കഴിഞ്ഞ എന്റെ കെട്ടാണ്. അതല്ലടാ പെർഫെക്റ്റ് ടൈമിങ്. ഈ ട്രിപ്പ് നമ്മളൊരു അടിപൊളി ബാച്ചലർ ട്രിപ്പ് ആക്കും. ബാച്ചുലർ ട്രിപ്പ്? നിന്റെ വട്ട് കെട്ടുക്കാനൊന്നും എനിക്ക് സമയമില്ല. നീ ഇവനെ കാണുന്നു പറഞ്ഞു, കാണിച്ചു. ഇനി നിങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഇവിടുന്ന് കല്യാണത്തിന്റെ അന്ന് അങ്ങോട്ട് എത്തിയാ ഇവ എന്റെ കൂടെ. അത് മതി. നീ അഡ്ജസ്റ്റ് ചെയ്യടാ. ഞാൻ എന്തായാലും മസനോടിക്ക് പോകാൻ പോകും. നീ മസനോടിക്കോ മാനന്തവാടിക്കോ ഏത് പൂഞ്ഞാറിലേക്ക് വേണമെങ്കിൽ പൊക്കോ. ഞാൻ വീട്ടിൽ പോവാ. ഓക്കെ. 2004 ജനുവരി 18 അന്ന് രാത്രി നടന്നതൊക്കെ നിന്റെ നാട്ടുകാരറിയും. വരൂലല്ലേ? നീ എന്തിനൊന്ന് പറ. വേണ്ടാട്ടാ. അവൻ പറയുന്ന വട്ട് കേസിലൊന്നും പോയി തലവെക്കണ്ട. അവസാനം വള്ളിക്കെട്ടാവും. നീ പോടാ. നീ പറ. അത് വീടിന്റെ മതിലൊക്കെ ചാടാന്ന് പറഞ്ഞാൽ കുറച്ച് ഓവറല്ലേ? ഓവറാണ്. ഓവറാകണം.
എടാ ഇപ്പോഴത്തെ പെമ്പിളേർക്ക് കുറച്ച് ധൈര്യമുള്ള ആമ്പിള്ളേര് ഇഷ്ടം. അല്ലാണ്ട് സിമ്പിളായിട്ട് നടക്കണ ആമ്പിള്ളേര് ഓൾറെഡി അവരുടെ പുറകെ നടക്കണ്ടാവും. കുറച്ച് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എന്നാലേ വർക്കൗട്ട് ആവൂ. നാളെ അവളുടെ ബർത്ത്ഡേ അല്ലേ? ഇന്ന് രാത്രി 12 മണിക്ക് മുമ്പ് അവളുടെ വീട്ടിൽ നേരിട്ട് ചെന്ന് ഗിഫ്റ്റ് ആയിട്ട് വിഷ് ചെയ്താ അവൾ എന്തായാലും വീണിരിക്കും. പട്ടിയുടെ സൗണ്ട് അല്ലേ കേട്ടാ? എടാ പേടിക്കണ്ട, ഞങ്ങളിവിടെ കാവലുണ്ട്. എടാ ജോണേ, നീ കറക്റ്റായിട്ട് അവന്റെ റൂം പറഞ്ഞു കൊടുത്തില്ലേ? മേലെ കയറിയിട്ട് റൈറ്റ് റൂം. മേലെ കയറിയിട്ട് റൈറ്റ്. മറക്കണ്ട, കറക്റ്റായിട്ട് കയറിക്കോ കേട്ടാ. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. നീ പോണോ? നിങ്ങളിവിടെ ഉണ്ടാവില്ലേ? ഉണ്ടാവും, പോടാ. ധൈര്യമായിട്ട് പോ. പാമ്പൊക്കെ ഉണ്ടാവോ? കർത്താവ് കാപ്പാന്ന്. പൊക്കോ. ദൈവമേ, മിന്നിച്ചേക്കണേ. പിന്നെ ഹൈസ്കോർ. ഹൈസ്കോർ ഒന്ന് പോടാപ്പാ. താഴത്തെ റൂമിലൊക്കെ കിടന്നു പോലെയാണ്. എടാ ഇനി അവളെങ്ങനെ റൂം എങ്ങാനും മാറി കിടക്കുവോ? ഞാൻ എപ്പോഴും ഓരോ ഡൗട്ട് വയ്ക്കാൻ വേണ്ടി കയറി ഇറങ്ങുന്ന ഇവിടെ അല്ലേ. അവക്കാണെ റൂട്ടിലുള്ള ഒരു കളിയുമില്ല. മേലെ കയറിയിട്ട് എടുത്ത റൂം. ഏത് റൂമാന്ന്? എടുത്ത് റൈറ്റ്. ഓടിക്കോ. അയ്യോ നീ ഓടിക്കോടാ. ശക്തിമാൻ. കാരണം മാഷ് കയ്യോടെ പിടിക്കാൻ നോക്കി, ഓടിക്കളഞ്ഞു. കൊറേ നാളായി ഈ പരിപാടി തുടങ്ങിട്ടെന്നാ കേട്ടെ. എന്തായാലും ഈ മാഷ ഭാര്യ. അവരെ കുറ്റം പറയാൻ പറ്റോ? മാഷേക്കാൾ 20 വയസ്സ് കുറവാ. അയാൾക്ക് പ്രായം കുറെ ആയില്ലേ. പഴയ പോലൊന്നും അവർക്കും ഇല്ലേ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ. ആളാരാണെന്ന് വല്ല പിടിയും കിട്ടിയോ? ശക്തിമാന്റെ ടീഷർട്ട് ഇട്ട ഒരാളാണെന്ന് മാത്രം പറഞ്ഞു. കാശ് തന്നിട്ട് പോണ പിള്ളേരെ 10 ദിവസത്തിൽ എഴുതി കേട്ടാ. എന്താടാ? ഞാനുണ്ട്. ഈ ശക്തിമാന്റെ ടീഷർട്ട് ഇട്ട ചാരനെ അങ്ങനെ പെട്ടെന്നൊന്നും നാട്ടുകാർ മറക്കൂല. ഈ ഫോട്ടോ ഒന്ന് കുട്ടപ്പനാക്കി ഫ്ലെക്സ് അടിച്ച് നാട്ടിൽ വെച്ചാ എങ്ങനെ ഇരിക്കും? അളിയ, നിനക്കിപ്പോ എന്താ വേണ്ടേ? മസന കൂടി വരെ ഒന്ന് പോണം, അത്രയല്ലേ ഉള്ളൂ. ഞാനില്ലടാ, നമ്മുടെ വണ്ടിയിലടാ. പിന്നെ പോവാടാ. നിനക്ക് പിന്നെ പേടിക്കേണ്ടി വരും. എനിക്കതിന്റെ കാര്യമില്ല. ഞാൻ എന്തായാലും ഇങ്ങോട്ടില്ല. 2004 ഫെബ്രുവരി 13. അന്നൊന്നും എന്തായി? അന്നൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഉണ്ടോ? നമ്മളിപ്പോ എങ്ങനെയാ പോണേ? കുതിരവട്ടം വഴിയാണോ അല്ലെങ്കിൽ മാനന്തവാടി വഴിയാണോ? എങ്ങനെ പോണേ? അപ്പൊ നമ്മൾ പൊളിക്കും. പോട്ടാംജി. ജോണേ, എന്താണ്? ഞാനൊരു കല്യാണത്തിന് പോവാണ്, അല്ലാതെ അന്തികൂദോശം പോവാ. വന്നേ. ആ ശക്തി നീ എന്നെ കേട്ടാൻ പറ്റും. വണ്ടി എടുത്തേ. അവരുടെ സന്തോഷം കണ്ടാ. നീ ടാറ്റ കൊടുത്തേ. ടാറ്റ. അയ്യോ വൈഫടാ. നീ ഒന്ന് വണ്ടി നിർത്തി. ഒതുക്കും.
ഹലോ ആ മോള് ഇപ്പം തുടങ്ങിയോളൂ ഒരു മിനിറ്റ് ഞാൻ പറയാം ആ മോള് പറ കഴിച്ചോ മാറി അവൻ അന്ന് ഇന്നും കാമദേവൻ തന്നെ, ഒരു മാറ്റവും ഇല്ല. ആണോ? മോള് തന്നെ അറിയില്ല ചേട്ടൻ ബിസിയാണ്. ഇവന്റെ ഒക്കെ തല വരച്ച നമ്മുടെയൊക്കെ